ഞാനിങ്ങനെ കണ്ടമാനം കള്ളു കുടിച്ച് നടക്കുക. ഇവിടെയുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ കള്ളുകൂടി, വീടി വലി, മുറുക്കല് ഇതെല്ലാം ഉള്ള ദുഷിയിലെല്ലാം ഞാൻ കളഞ്ഞു. പ്രാർത്ഥനാലയം ഒരുക്കുന്ന മനുഷ്യരക്ഷാ ധ്യാനം. ഹൃദയത്തിൽ ഭയങ്കര വേദന, മുറിവുകൾ ജീവിതത്തിൽ വന്നു, ഒറ്റപ്പെട്ടെന്നൊരു ചിന്ത വന്നു. പക്ഷെ എനിക്ക് എന്തൊരു ആന്തരിക സൗഖ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒത്തിരി ചെറിയ തേയ്മാനം ഉണ്ടായിരുന്നു, അതും സൗഖ്യമായ. ഡിപ്രഷനും മനസ്സിന് നല്ല വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ മുഴുവൻ എനിക്കിന്ന് മാറി കിട്ടി, വലിയ ധൈര്യം കിട്ടി. അടുത്ത ധ്യാനം ജൂലൈ 7 മുതൽ 12 വരെ. ഞാൻ പെയിൻ കില്ലർ കഴിച്ചിട്ടായിരുന്നു ഇത്ര നേരം. ഞാനൊരു ചെറിയൊരു വീഴ്ചയായിരുന്നു. അപ്പോൾ 2 ബാക്ക് നല്ല പെയിനായിരുന്നു. ഞാനിവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ എന്നോട് അദ്ദേഹം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ പെയിൻ പോയി. അത്രമാത്രം വേദനകളായിരുന്നു, അതും എന്നെ വിട്ടുമാറി. അതെനിക്കൊരു വലിയ സന്തോഷമാണ്. ഈ ലോകം മുഴുവനും സ്വന്തമായി കിട്ടിയാലും അത് വേണ്ട എന്ന് വെച്ചിട്ട് അതിനേക്കാൾ മധുരമായൊരു കാര്യമാണ് ഈ ധ്യാനത്തിലൂടെ അനുഭവിക്കാൻ കഴിഞ്ഞത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ അവിടെ വന്നിരുന്നേ ഉള്ളൂ. അന്നേരം പെട്ടെന്നൊരു ഷോക്ക് അടിക്കും പോലെ എന്തോ വന്ന് പറയുന്ന പോലെ കേട്ടായിരുന്നു. പഴയ കാലത്തിലേക്ക് നീ പോയത്, ഇനി പുതിയ കാലത്തിലേക്ക് നീ വരണം. ദൈവത്തിൻ്റെ മകൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു പ്രകാശത്തിനുള്ളിൽ ഞാൻ ഇരിക്കുന്ന ഒരു അനുഭവം. എനിക്ക് ശരീരത്തിന് ഭാരമില്ലാത്തൊരവസ്ഥ പോലെയായി. ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നി. എന്നോട് പലരും വിലക്കി, ദൈവദാസന്മാര് അവിടെ പോവരുത്, ദുരുപദേശമാണ്. സത്യോപദേശമാണെന്ന് മനസ്സിലായി. ദുരുപദേശം പറഞ്ഞവർക്കാണ്, അവർക്ക് സത്യം അറിയത്തില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആണ് അന്ന് ഞാൻ പറഞ്ഞു വചനം ഓരോന്നും. ദൈവം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് സന്തോഷമായി. ദൈവത്തെ പറ്റി കൂടുതൽ അറിയുവാൻ എനിക്ക് കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഇത്രയും വർഷം നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമാണ് എനിക്കിപ്പോഴുള്ളത്. കറക്റ്റ് ഒരു സത്യം എനിക്ക് ഇവിടെ വന്ന് വെളിപ്പെട്ട് കിട്ടിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കണ്ണൂർ എന്ന് പറഞ്ഞ ദേശത്ത് കൊട്ടിയൂർ, അവിടെ ഏറ്റവും വലിയ മദ്യപാനിയായ ഒരു മനുഷ്യനായിരുന്നു സുരേഷ് ചേട്ടൻ. പക്ഷെ ഇവിടെ വന്ന ശേഷം ഇവിടെയുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇത് കേട്ടപ്പോൾ എൻ്റെ ഈ കള്ളുകൂടി ഇതന്നെ മറന്നുപോയി. കള്ളുകൂടി, വീടി വലി, മുറുക്കല് ഇതെല്ലാം ഉള്ള ദുഷിയിലെല്ലാം ഞാൻ കളഞ്ഞിപ്പോൾ. എൻ്റെ ചെക്കന് അവസ്മരത്തിൻ്റെ ഇതാണ്. അതുപോലെ എൻ്റെ ഏഴത്തിയുടെ കൊച്ചിന് അങ്ങനെ എന്തോ മാനസികാവസ്ഥയായിട്ട് തളർന്നിരിക്കുക. പക്ഷെ ഇവിടെ വന്ന ശേഷം ഈ പ്രാർത്ഥന എടുപ്പ് ഇന്നേക്ക് ഇപ്പോൾ 6-7 ദിവസമായി. ഇപ്പം കുറേ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു മനസ്സ് വന്നിട്ടുണ്ട് പെണ്ണിന്. അതുപോലെ തന്നെ എൻ്റെ ചെക്കന് ഞാൻ ചെക്കനോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു. സാജി പാസ്റ്റർ തലയെ കഴിവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അച്ഛാ എൻ്റെ ദേഹത്തിന് എന്തോ കുളിര് പോലെയോ എന്തോ പറന്നു പോകും പോലെ എന്ന് ചെക്കൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്നെ ദൈവം വന്നിട്ട് നിന്നെ കണ്ടിട്ട് പോയെന്ന് പറഞ്ഞു. എൻ്റെ നാട്ടിൽ തന്നെ ഭയങ്കരമായിട്ട് ഇതായിരുന്നു. ഞാൻ ഇങ്ങനെ കണ്ടമാനം കള്ളു കുടിച്ച് നടക്കുക. നേരത്തെ കാലത്ത് ഞാൻ വീട്ടിലെത്തൂല. ഞാൻ രാത്രി 10 മണി 11 മണിക്ക് ഞാൻ വീട്ടിലെത്തും. ഇപ്പം ഇവിടെ വന്ന ശേഷം കൃത്യം 6 മണിക്ക് ഞാൻ വീട്ടിൽ അടങ്ങിയിരിക്കും, ഭാര്യയുടെയും കുട്ടിയുടെയും അടുത്ത്. ആ സന്തോഷം എവിടെയും കിട്ടൂല. ഇപ്പോഴേ ഞാൻ ജീവിതത്തിൽ ഇറങ്ങി ഇപ്പം വന്നേ. പിന്നെ കൂട്ടുകാരൊക്കെ വന്ന് വിളിക്കും, നിങ്ങളെ പണി നോക്കപ്പാ, എനിക്ക് വേറെ പണിയുണ്ടെന്ന്. ഇവിടെ കഴിഞ്ഞ മാസം വന്നിട്ട് ഞാൻ പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു. അപ്പോൾ ലേശം വെള്ളം അടിച്ചിട്ടാണ് വന്നേ. എൻ്റെ അടുത്ത് കുറേ വിളമ്പി, വാഗ്ദാനമൊക്കെ വിളമ്പി. നീ അങ്ങ് മാറിപ്പോയി. ഞാൻ ശരിക്കും മാറിയ തന്നെ. കാരണം ഇനിയുള്ള കാലത്ത് എൻ്റെ പിള്ളേർക്ക് വേണ്ടി ജീവിക്കാനുള്ള അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്നെ നിങ്ങൾ വിളിച്ചാൽ പോലെ ഇനി എന്നെ കിട്ടൂല മക്കളെ. ഇനി നിങ്ങൾ വേറെ ആളെ കമ്പനി കുടിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെ കൂടിയിട്ടാണ് ഞാൻ വഴിതെറ്റി പോകുന്നത്. ഈ വെള്ളം കുപ്പിയായിട്ട് എൻ്റെ വീട്ടിൽ നീ വേണ്ട. എന്നെ വന്ന് ഇനിയും നശിപ്പിക്കരുത്. കാരണം വലിയ തിന്മയിൽ ഞാൻ ഉണ്ടായിരുന്ന, നന്മയിലേക്ക് ഞാൻ കയറി വന്ന. ഇനി എന്നെ തിന്മയിലേക്ക് നിങ്ങളാരും ചവിട്ടി താഴ്ത്തരുതെന്ന് പറഞ്ഞു. ഞങ്ങള് ഒരു ചർച്ചിലായിരുന്നു. പാസ്റ്റർ എന്നോട് അന്ന് പറഞ്ഞു, ഈ മോളെ കൂട്ടിക്കൊള്ളണമെന്ന് പറഞ്ഞായിരുന്നു. അന്നു മുതല് ഞാൻ എൻ്റെ മകളായിട്ട് അവരുടെ അമ്മ ഞാനാണ്. എനിക്ക് സത്യം എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ കുറച്ച് കാലമായിട്ട് ഭയങ്കര വിഷമമൊക്കെ അനുഭവിച്ചിട്ട് നടക്കുന്ന ആളായിരുന്നു. കുറച്ച് ഡിപ്രഷനും മനസ്സിന് നല്ല വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അറിയാതെ കോപപ്പെടുമായിരുന്നു, ദേഷ്യപ്പെടുമായിരുന്നു. ഞാൻ അറിയാതെ എല്ലാവരോടും കയർത്ത് സംസാരിക്കുമായിരുന്നു.
എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ മുഴുവൻ എനിക്കിന്ന് മാറി കിട്ടി. ഒരു വലിയ ധൈര്യം കിട്ടി. ഞാൻ വന്ന അന്ന് ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്രമാത്രം വേദനകളായിരുന്നു. അതും എന്നെ വിട്ടു മാറി. അതെനിക്കൊരു വലിയ സന്തോഷമാണ്. പലതിനെക്കുറിച്ചുള്ള വലിയ വിവർത്തനങ്ങൾ അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാറേണ്ടതുണ്ട് എന്നുള്ള ഒരു പാഠം ഞാൻ പഠിച്ചു. ഒരു ആത്മീയ ജീവിതം ഇല്ല എന്ന് വിചാരിച്ച അവസ്ഥയിൽ നിന്ന് സമ്പൂർണ്ണമായി എന്നെ മാറ്റിമറിക്കാനായിട്ട് ഈ ധ്യാനത്തിന് കഴിഞ്ഞു. തിരുവനന്തപുരത്തിന് ഇതുവരെ മറിഞ്ഞു കിടന്ന അനേകം കാര്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുന്നുണ്ട്. ഈ ദൈവരാജ്യ സുവിശേഷം ഞാൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോയിട്ടുണ്ട്. ഇവിടെ മാത്രമേ ഞാൻ കേട്ടുള്ളൂ ഇതുവരെ. ഹൃദയത്തിൻ്റെ ആ ഒരു സംതൃപ്തിയോടുകൂടി പറയുകയാണ്, ഈ ദൈവരാജ്യ സുവിശേഷം ഇല്ലാത്തിടത്ത് പോകാതിരിക്കുക. ഈ ലോകം മുഴുവനും സ്വന്തമായി കിട്ടിയാലും അത് വേണ്ട എന്ന് വെച്ചിട്ട് അതിനേക്കാൾ മാത്രമായ ഒരു കാര്യമാണ് ഈ ധ്യാനത്തിലൂടെ അനുഭവിക്കാൻ കഴിഞ്ഞത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ വന്നപ്പോൾ ദൈവത്തെ, യേശുവിനെ അനുഗമിക്കാതെ സ്വർഗരാജ്യത്തിൽ എത്താൻ സാധിക്കില്ലെന്ന് മനസ്സിലായി. വചനം ഞങ്ങളെ വിരുദ്ധമായിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. ഇത്രയും വർഷം നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമാണ് എനിക്കിപ്പോഴുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അറിഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം എന്നുള്ളൊരു മെസ്സേജായിരുന്നു ഇവിടെ 7 ദിവസമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ദൈവരാജ്യത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കണം, ദൈവവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം പരിശുദ്ധാത്മാവിലൂടെ, എങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു സത്യം എനിക്ക് ഇവിടെ വന്ന് വെളിപ്പെട്ട് കിട്ടിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പൊ എന്നോട് പലരും വിലക്കി ദൈവദാസന്മാര്, അവിടെ പോവരുത്, ദുരുദ്ദേശമാണ്, അത് തെറ്റാ, ടീച്ചറോടെ പോവരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പൊ എന്ത് ചെയ്തു, ഒന്ന് പോയി ആരാധന കാണട്ടെ എന്ന് കണ്ട് 2 ആഴ്ച ആ ചർച്ചിൽ പോയി. അപ്പൊ ഒക്കെ മനസ്സിലായി. അപ്പൊ എനിക്ക് ധ്യാനം കൂടാൻ ആഗ്രഹമായി. ഞാൻ ഫെബ്രുവരിയില് ധ്യാനം കൂടി. സത്യോപദേശമാണെന്ന് മനസ്സിലായി. ദുരുദ്ദേശം പറഞ്ഞവർക്കാണ്, അവർക്ക് സത്യം അറിയത്തില്ല. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അന്ന് ഞാൻ പറഞ്ഞു വചനം ഓരോന്നും. ഈ അവസരം നഷ്ടമാക്കരുത്.